നെക്സ്റ്റ് കട്ടിങ് സ്റ്റാർസ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കളിക്കാനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ കിച്ചൺ സെറ്റൊക്കെ വെച്ച് കളിക്കണ്ടേ, നമുക്ക് കിച്ചൺ സെറ്റ് വെച്ച് കളിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാനാണ് കേട്ടോ നമ്മുടെ ഒരു ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ. അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് കേക്കിൻ്റെ പാത്രം എടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഇത് ചട്ടിയാണല്ലേ, സോറി. നമുക്ക് കേക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ പാത്രത്തിലേക്ക് നമ്മൾക്ക് ഒരു ടീസ്പൂൺ ഒരു 5-6 ടീസ്പൂൺ നമുക്ക് അതിൻ്റെ പൊടി വെച്ചെടുക്കുന്നുണ്ട്. കണ്ടോ നിങ്ങൾ കണ്ടോ? അങ്ങനെ കുറച്ച് ടീസ്പൂൺ വെച്ച് കൊടുക്കാനാണോ കുച്ചെടുക്കാം. ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ ഗൈസ്. അപ്പം ഇതാ നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇളക്കി കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ പൊടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ടേ. അപ്പം നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇതാ കേട്ടോ, ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് സെറ്റായി ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഇനി നമുക്ക് വേണ്ട നമുക്ക് ഇവിടെ പൊടി കഴിക്കണം. തുറക്കാം, പൊളിക്കാൻ പോലെ തുറക്കാം. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് കപ്പ് വെള്ളമാണ്. അപ്പം അതിനായിട്ട് നമുക്ക് വെള്ളം കോരാൻ പോവാം. ടിക്ക് ടിക്ക ടിക്ക് ടിക്ക ടിക്ക് ടിക്ക ടിക്ക് ടിക്ക ടിക്ക് ടിക്ക ടിക്ക് ടിക്ക. ഓ, വെള്ളം കിട്ടി. അപ്പോൾ ഗൈസ് നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതും കൊണ്ട് ഇനി വീട്ടിലേക്ക് വരാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കിണർ മറ്റേത്. വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കുഞ്ഞി ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചു. വെള്ളമുണ്ട് കേട്ടോ, സത്യമാണ്. ഇതേ വെള്ളമുണ്ട്. നമ്മുടെ കേക്കിൻ്റെ പൊടിയിലേക്ക് നമുക്ക് ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെളിച്ചില്ല കേട്ടോ, അത് കുഴപ്പമില്ല. കേട്ടോ, എല്ലാവരും നോക്കാം നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റംസ്. ഇതാ നമ്മൾ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റായി. ഇനി നമുക്ക് ഇളക്കി കൊടുത്താലോ. ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കുന്നുണ്ട്. നമ്മൾ കേക്കിൻ്റെ ബാറ്റർ റെഡി ആവണ വരെ നമ്മൾ ഇളക്കാം. ഇനി ഇളക്കി കൊടുക്കാണ്ട് കയ്യിൽ കുറച്ച് കുഴപ്പമില്ല. ഇളക്കാം, മിക്സി. അപ്പം നമുക്ക് ഇളക്കിയിട്ട് വന്നാലോ. അപ്പോൾ ഗൈസ് നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റായിട്ട് കേക്കിൻ്റെ പൊടി ഇതിലേക്ക് ഒഴിക്കരുതായിരുന്നു. നമ്മൾ ആ കേക്കിൻ്റെ പൊടി അരിച്ചിട്ടാണ് ഒഴിക്കേണ്ടത്. നമ്മൾ എന്താണ് കാട്ടിയത്. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഒരാഴ്ച കൂടെ ചെയ്യേണ്ട ഒരു കാരണം, നമ്മൾ അരിച്ചിട്ട് പൊടി ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ കേക്കിന്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരാഴ്ച കൂടി ചെയ്ത് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു മാവ് മാറ്റി വെക്കാം. നമ്മളിതാ മാവൊക്കെ കുഴച്ചു. മാവ് പോയിട്ടോ, നമുക്ക് മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ ഒരു പൊടി ഒന്നും കൂടി അരിച്ചെടുക്കണം. അപ്പം അതുവരെ നമുക്ക് മാവ് ഇതിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെയർ നമുക്ക് ഉണ്ടാക്കാം. അതിന് മുമ്പ് നമുക്ക് ഇത് നമുക്ക് സെറ്റാക്കി എടുക്കാം. പൊടി എടുക്കാം. അപ്പോൾ അരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരിപ്പ് എടുത്തിട്ട് നമ്മളിനി അരിക്കണത്ത് അതിനായിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിട്ടാലോ. അരിച്ചു കൊടുക്കാം. നമ്മൾ അരിച്ചു ഇപ്പോൾ ജസ്റ്റ് കറണ്ട്. അപ്പം നമുക്ക് ഇതായിട്ടുണ്ട്. അപ്പം എന്തായാലും കുഴപ്പമില്ല. നമുക്ക് എന്നാലും അരിച്ചെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് പൊടി ഒരാവശ്യം കൂടി അരിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. നല്ലോണം ഫൈനായിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം ഇതായിട്ടോ പൊടികളൊക്കെ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നല്ല രസമാണ് നമ്മുടെ കിച്ചൺ സെറ്റിലൊക്കെ കളിക്കാൻ. അരിപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ അരിപ്പ് ഇവിടെ വെക്കാം. നമ്മുടെ പൊടി നല്ലോണം ഫൈനാക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനിയും ചെയ്യണം കേട്ടോ. ഇനിയും ഒരു പ്രാവശ്യം കൂടെ ചെയ്യണം. ഒരു പ്രാവശ്യമല്ല, ഇനിയും ഒരു പ്രാവശ്യം കൂടെ ചെയ്യേണ്ടി വരും. കാരണം കുറച്ചും കൂടെ ക്വാണ്ടിറ്റി വേണമല്ലോ നമുക്ക്. അങ്ങനെ നമ്മൾ 3 പ്രാവശ്യം അരിച്ചിട്ട് വരാം. ഇത് നമ്മുടെ ലാസ്റ്റ് ആണ് കേട്ടോ. ലാസ്റ്റത്തെ പ്രാവശ്യം അരിക്കണം.
യെസ്, അടിച്ച് കഴിഞ്ഞു. നമുക്ക് ഇത്രയും പൊടികൾ കിട്ടിയിട്ടോ. അപ്പം ഇനി ഒന്ന് മിക്സ് ആക്കണം കേട്ടോ. നമുക്ക് ഇത്രയും ഫൈനായിട്ടുള്ള പൊടികൾ കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി വെള്ളിച്ചാലോ? യെസ്, അപ്പോൾ നമ്മുടെ വെള്ളിച്ചിരി ഉണ്ട്. നേരത്തെ ഒഴിച്ച പോലെ നമ്മൾ ഒഴിച്ചു കേട്ടോ. ഇച്ചിരി വെള്ളം കൂടി തോന്നുന്നു. ഇല്ലില്ല ഗൈസ്, കൂടി ഗൈസ്, നമ്മൾ നേരത്തെക്കാളും കൂടിയിട്ടുണ്ട്. ഇച്ചിരി കൂടി, വലിയ കപ്പില്ല. കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇതിനെ ഒന്നും കൂടെ മാവാക്കിയിട്ട് വരാം. അപ്പം നമ്മൾ കേക്കിൻ്റെ സെക്കൻഡ് ബാറ്റർ റെഡിയാക്കി. ഇനി നമുക്ക് എന്തായാലും 2 ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ പാത്രം ഇതാണ്. നമുക്ക് അതിലേക്ക് ഇനി ഒഴിച്ചെടുക്കാം. ഇതാണോ, ഇത് മതിയോ എന്നുള്ളൊരു സംശയം. കുഴപ്പമില്ല, ഇത് മതി. നമുക്ക് എന്നിട്ട് ഇനി ചപ്പാത്തി വെക്കണം കേട്ടോ. ഇനി ഫസ്റ്റ് ലെയറാണ് ഇത് ആക്കണം. കണ്ടോ, ഫസ്റ്റ് ലെയർ നമ്മൾ ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് നമ്മൾ വെള്ളം കണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. കപ്പിൽ നമുക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടെ ഇടാം കേട്ടോ. ഗായ്സ്, നമ്മൾ ഇട്ടെടുത്തു. നമ്മൾ ഇട്ടെടുത്തിട്ടുണ്ട്. കേക്ക് സെറ്റായി. ഇനി നമുക്ക് ഇനി ഇത് മൂടാം. എന്നിട്ട് നമുക്ക് ഗ്യാസിലേക്ക് വെച്ചെടുക്കാം കേട്ടോ. ഗ്യാസിലേക്ക് വെച്ചെടുക്കാം. ലൈറ്റർ അല്ല കേട്ടോ, സെറ്റ് പോയത്. നമുക്ക് ഏതായാലും ഗ്യാസ് ഉണക്കാം. 2 hours later. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇതെടുത്ത് നോക്കാം. നമ്മുടെ കേക്ക് കേട്ടോ. നമുക്ക് കേക്ക് എടുത്തിട്ട് വരാം. നമുക്ക് കൊട്ടാട്ടോ. ഗൈസ്, നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി മുറിക്കണ്ടേ? മുറിക്കാം ഗൈസ്, മുറിക്കാം. 1 2 3 സ്റ്റാർട്ട്. ഹാപ്പി ബർത്ത്ഡേ to you, happy birthday to you, happy birthday to guys, your birthday. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഫുൾ വീഡിയോ ആണിത്. 8-9 മിനിറ്റിൻ്റെ 10 മിനിറ്റിനൊക്കെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇത് നമ്മുടെ കേക്കിൻ്റെ? അടുത്ത വീഡിയോയിൽ നമ്മൾ വേറെ ഉണ്ടാക്കാം കേട്ടോ. സജസ്റ്റ് ചെയ്യുക എന്തുണ്ടാക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ഇടുക, നമ്മളത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.